പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മൾ മനോഹരമായി ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നതും ഓരോ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഈ ലോകത്തിൽ ഒക്കെ ഉണ്ടല്ലോ, നമുക്കറിയാം. കർത്താവ് നമ്മളോട് പറയുന്നത്, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടങ്ങളുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണ്. നമ്മുടെ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ ശാരീരിക അസ്വാസ്ഥ്യങ്ങളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചും പറഞ്ഞല്ലോ. നമുക്ക് ഒരു നിമിഷം കണ്ണടച്ച് അദ്ദേഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും ശ്രേഷ്ഠ കർത്താവിൻ്റെ ദാസന്മാർക്കും ഒരിക്കൽ കൂടി ക്രിസ്തു യേശുവിലെ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമുക്കൊരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു നാഥ. ഈ സന്ധ്യയുടെ ഈ സമയത്ത് ഞങ്ങൾ പല ഭവനങ്ങളിലായിരുന്നുകൊണ്ട് ഒരിക്കൽ കൂടി ഒരുമനപ്പെട്ടുകൊണ്ട് ഒരു മനസ്സോടെ ഒരാത്മാവോടെ ഞങ്ങളുടെ ശരീരം പല സ്ഥലങ്ങളിലാണെങ്കിലും ആത്മാവിൽ ഞങ്ങൾ ഒരുമനപ്പെട്ടുകൊണ്ട് ഒരിക്കൽ കൂടി കടന്നു വരുവാൻ അവിടുന്ന് സഹായിച്ചല്ലോ. ദൈവം തമ്പുരാനെ, അങ്ങയുടെ വചനത്തിൽ എഴുതിയിരിക്കുന്നല്ലോ, 2 or 3 പേർ ഐക്യമെത്തിപ്പെട്ട് എന്തു തന്നെ യാചിച്ചാലും നൽകിത്തരുമെന്ന് കൽപ്പിച്ച ദൈവനാമത്തിൽ ഞങ്ങൾ വീണ്ടും അപേക്ഷിക്കുന്നു. കർത്താവെ, അങ്ങയുടെ പ്രിയ മകനെ, അങ്ങയുടെ ശുശ്രൂഷ ചെയ്യുന്ന അങ്ങയുടെ ദാസനെ അനുഗ്രഹിക്കണമേ, സൗഖ്യം കൊടുക്കണമേ. അദ്ദേഹം ഓഫീസിലായിരിക്കുമ്പോൾ പലപ്പോഴായിരിക്കും ആരും, ദൈവമേ, ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ആരുണ്ടെന്ന് പറഞ്ഞാലും അപ്പച്ചൻ്റെ സാന്നിധ്യവും കൃപയും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് സകലതും മതിയല്ലോ. കർത്താവെ, ആ പ്രിയപ്പെട്ടവനെ ഓർത്തൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഓർക്കുന്നു, കൂട്ടാളിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുത്തെ മരുന്നിരിക്കുന്നല്ലോ, അവിടുത്തെ അടിപ്പിണരാൽ സൗഖ്യം ലഭിച്ചിരിക്കുന്നുവെന്ന്, ഞങ്ങൾക്ക് ലഭിക്കുമെന്നല്ല പച്ച പറഞ്ഞത്, ലഭിച്ചിരിക്കുന്നുവെന്ന് കൽപ്പിച്ച ദൈവമേ, അങ്ങയുടെ പുണ്യാഹനാമത്തിൽ ഈ സമയം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മറ്റുള്ള എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾക്കും ഒരിക്കൽ കൂടി കർത്താവ് അവരെല്ലാം, അവരുടെ കുടുംബങ്ങളിൽ രോഗങ്ങളായിട്ട് ദുഃഖങ്ങളായിരിക്കുന്നവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായിട്ട് ആ ദൈവവചന കർത്താവെ അവിടുന്ന് തരണമേ. ഞങ്ങൾ സ്വന്തം ബുദ്ധിയിൽ നിന്നോ സ്വന്തം കഴിവിൽ നിന്നോ ഒരക്ഷരം പോലും സംസാരിക്കാതെ അവിടുന്ന് കർത്താവെ ആ സ്വർഗത്തിലെ മന്ന ഈ സമയം ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരണമേ. ആ മന്ന അത് ഭക്ഷിച്ച് തൃപ്തരായി കർത്താവെ ഓരോരുത്തരും ദൈവത്തിന് നന്ദി പറയുവാനിട വരണമേ. കർത്താവെ, ഈ സമയം അനുഗ്രഹിച്ചാട്ട് അവിടുന്ന് ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നതിനായി സ്തോത്രം. എല്ലാ പ്രിയ ദൈവമക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ സിറ്റിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു, ഈ രാഷ്ട്രത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെ കൊണ്ടുവന്ന രാഷ്ട്രത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അപ്പച്ചാ, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പൊന്നുപിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഐ ഹോപ്പ് ഞാൻ പറഞ്ഞത് കേൾക്കാമോ? താങ്ക് യു. നമുക്കിന്ന് കഴിഞ്ഞ ആഴ്ചയിലെ നമ്മൾ ധ്യാനിച്ച വചനത്തെക്കുറിച്ച് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ദിവസം ഞാൻ ഷെയർ ചെയ്ത വചനത്തെക്കുറിച്ച് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഞാനൊന്ന് ഓർപ്പിക്കാം. നമുക്ക് അതിന് കണ്ടിന്യൂറ്റി ആയിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ധ്യാനിക്കാം. 1 John chapter 3 verse 1 and 2, 3 നമ്മൾ നോക്കിയത്. അത് വായിക്കേണ്ടായപ്പോൾ നമ്മൾ ആ ദിവ്യ സ്നേഹത്തെക്കുറിച്ച് വായിച്ചു. കർത്താവ് ഇത്ര വലിയ സ്നേഹം നമ്മുടെ ഉള്ളത്തിൽ പകർന്നു എന്ന് പറഞ്ഞു. പിന്നെ ആ പ്രത്യാശയെക്കുറിച്ച് പറഞ്ഞു. ആ ജീവനുള്ള പ്രത്യാശയെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നോക്കി പിന്നെന്തുവാണെന്ന്, ആ ജീവനുള്ള പ്രത്യാശ മുറുകെ പിടിച്ച അവനായിരിക്കുന്നത് പോലെ നാം ആയിത്തീരേണ്ട ആവശ്യകതയെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു. അപ്പോൾ ഇതിനെ തുടർന്ന് പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നമ്മളെപ്പോഴും ആലോചിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് വരം ലഭിച്ചതുകൊണ്ടാണ് ഇന്ന് നമ്മളിവിടെ ഇരിക്കുന്നത്. നമുക്ക് കർത്താവ് വരം തന്നതുകൊണ്ട്, കൃപ തന്നതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഒരാളുടെയും
ഒരു നന്മ പ്രവർത്തികളും അല്ലേ പ്രിയപ്പെട്ടവരെ? നമ്മുടെ ആരുടെയും ഒരു നന്മ പ്രവൃത്തിയോ ഒരു പുണ്യപ്രവൃത്തിയോ അല്ലെങ്കിൽ നമ്മളുടെ ഒന്നും അല്ല. അതാണ്ട് ഞാൻ ഉദ്ദേശിച്ച ഒരു വചനം അത് നമ്മൾ ധ്യാനിക്കുക. എന്നാലേ ഞാനിത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ദൈവം തന്നൊരു വാക്യം നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷം മാത്യു ചാപ്റ്റർ 22:11 ഒന്ന് വായിച്ചേ. അപ്പോൾ നമ്മളെക്കുറിച്ച് നമുക്കൊരു വ്യക്തമായ നമ്മളെക്കാളും എത്രയോ ശ്രേഷ്ഠന്മാരും യോഗ്യതയുള്ളവരും ഒക്കെയും ഉണ്ടായിരുന്നു. എന്നാൽ പലപ്പോഴും നമുക്ക് എന്തോ അബദ്ധം പറ്റുന്നത് എന്താണെന്ന് അറിയാമോ? പ്രിയ കർത്താവിൽ പ്രിയപ്പെട്ടവരെ, നമ്മളെ തന്നെ അങ്ങ് വ്യത്യസ്തരായി എണ്ണുന്ന ഒരവസ്ഥയിലേക്ക് വരും. പക്ഷേ നമ്മളെക്കുറിച്ച് ദൈവം ഇങ്ങനെയാണ് ദൈവത്തിനറിയാം നമ്മുടെ അവസ്ഥ. ആ വാക്യം ഒന്ന് മലയാളത്തിൽ വായിക്കാമോ? വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്ത് വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു. അതല്ലേ 10 മുതൽ വായിച്ചാൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. ആ ദാസന്മാർ പെൺവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു. കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്ത് വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു. സ്നേഹിത, നീ കല്യാണ വസ്ത്രം ഇല്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെ എന്ന് ചോദിച്ചു. എന്നാൽ അവന്റെ വാക്ക് മുട്ടിപ്പോയി. 11 വായിച്ചല്ലേ? അപ്പൊ നോക്കിയേ, നമ്മളെ കർത്താവ് എങ്ങനെയുള്ള മനുഷ്യരാ? തെരഞ്ഞ അനേകരെ ശ്രേഷ്ഠരെയൊക്കെ വിളിച്ചു, അവർ വന്നില്ല. അപ്പം ദൈവം എന്തോ പറഞ്ഞത്, അല്ലെങ്കിൽ ആ യജമാനൻ എന്തോ പറഞ്ഞ് റോഡിൽ പോയി അവിടെ ഇവിടെ ഇരിക്കുന്നവരെല്ലാം വിളിച്ചോണ്ട് വരിക. അപ്പം വിളിച്ചോണ്ട് വന്നിട്ട് അവർക്ക് ഒരു കാര്യം വേണമായിരുന്നു. അതും ദൈവമാണ് കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തുവാ ആ കാര്യം? കല്യാണ വസ്ത്രം. ഈ കല്യാണ വസ്ത്രം വേണം. നമ്മളെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുക. നമ്മൾ യാതൊരു രീതിയിലും യോഗ്യതയുള്ളവരല്ല, ഒരു രീതിയിലും. അപ്പോഴേ നമുക്ക് യാതൊരു യോഗ്യതയുമില്ലെന്ന് വിചാരിക്കുമ്പോഴേ നമുക്ക് എന്തോ പറ്റുമെന്നറിയാമോ സഹോദരങ്ങളെ? നമുക്ക് താഴ്മ വന്നുകൊണ്ടിരിക്കും. താഴ്മയ്ക്കും യഹോവയ്ക്കും പ്രതിഫലമുണ്ട്. എന്തൊക്കെയാ? ആർക്ക് പറയാനൊക്കും? താഴ്മയ്ക്കും യഹോവയ്ക്കും പ്രതിഫലമുണ്ട്. എന്തൊക്കെയാന്ന് പറയാമോ? ധനം, മാനം, ജീവൻ, നിത്യജീവൻ. ഓക്കെ, താഴ്മയ്ക്കും യഹോവയ്ക്കും പ്രതിഫലമുണ്ട്. ധനം, മാനം, നിത്യജീവൻ. ഇതാർക്കാ? തന്നെത്താൻ താഴ്ത്തുന്നവർക്കാ. അപ്പൊ ഇവിടെ നോക്കിയേ, ഇന്ന് നമുക്ക് ഇത് നോക്കണം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയില് ദൈവം നമുക്ക് സാവകാശം തന്ന് നമ്മൾ ധ്യാനിച്ച വചനമായിരുന്നു 1 യോഹന്നാൻ 3-ാം അധ്യായം. ആദ്യം തുടങ്ങിയ റോമർ 8:24 ആ ജീവനുള്ള പ്രത്യാശയെക്കുറിച്ചും ജീവനുള്ള വിശ്വാസത്തെക്കുറിച്ചും നമ്മൾ ധ്യാനിച്ചു. അതിനോടൊപ്പം തന്നെ എന്താണ് ആ ജീവനുള്ള വിശ്വാസമെന്നും എന്താണ് ആ ജീവനുള്ള പ്രത്യാശയെന്നും ദൈവം നമുക്ക് ആ ദൈവവചനത്തിൽ കൂടെ നമുക്ക് ധ്യാനിക്കുവാൻ സാധിച്ചു. ഇന്ന് നമ്മളൊന്ന് കണ്ടു കല്യാണ വസ്ത്രത്തെക്കുറിച്ച്. നോക്കിയേ, എല്ലാവർക്കും ആഗ്രഹമാണ്. പക്ഷെങ്കിൽ വരൻ ലഭിച്ചവർക്കേ ഒക്കുകയില്ല പ്രിയപ്പെട്ടവരെ. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ദൈവം നമ്മളോട് കരുണ കാണിച്ചതുകൊണ്ട് നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നു. നമ്മൾ ഈ ശ്രേഷ്ഠ വചനം ധ്യാനിക്കാൻ ഒക്കുന്നു. അപ്പം നമുക്ക് കൂടുതലായിട്ട് നമ്മളെ തന്നെ താഴ്ത്താൻ ഒക്കും. കർത്താവേ, ദാനിയേൽ പ്രവാചകൻ പറയുന്നുണ്ട്, കർത്താവേ, ഞാൻ എൻ്റെ പൂർവ്വ പിതാക്കന്മാരെക്കാൾ ഒട്ടും വ്യത്യസ്തനല്ല, ഒട്ടും നല്ലവനല്ല. അപ്പൊ കർത്താവ് ദൂതനെ അയച്ചിട്ട് പറയാം, ശ്രേഷ്ഠ ദാനിയേലേ, ശ്രേഷ്ഠന, നീ മനസ്സ് വെച്ച് തിരിഞ്ഞപ്പോ തന്നെ ദൈവത്തിന്റെ ദൂതനെ അയച്ചെന്നാ വായിക്കുന്നത് നമ്മള്. ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ. പക്ഷെ ദാനിയേൽ എന്തോ ചെയ്തു? ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും വ്യത്യസ്തനല്ല കർത്താവേ എന്നാ പറയുന്നത്. നമ്മുടെ ഉള്ളത്തിൽ നിന്നൊരു കരച്ചിൽ വരും. നമ്മുടെ ഉള്ളത്തിൽ നിന്ന് എപ്പോഴും ഒരു താഴ്മ വരും. ഇവിടെ നോക്കിയേ, ഇനി നമ്മൾ കണ്ടു, ഈ കല്യാണ വസ്ത്രമില്ലാതെ എവിടെ കയറാനൊക്കത്തില്ല.
അതിന് നമുക്ക് ദൈവം കൃപ തന്നിരിക്കുക. നമ്മളത് പ്രാപിക്കണം. നമ്മളതിന് അത് പ്രാപിച്ചുകൊണ്ട് ദൈവം കൃപ തന്നിരിക്കുക. നോക്കിയേ, അത് നമുക്ക് നോക്കിയിട്ട് പിന്നെ ഇങ്ങോട്ട് വരാം. റെവലേഷൻ ചാപ്റ്റർ എന്നോടൊത്ത് ഒന്ന് വന്ന റെവലേഷൻ ചാപ്റ്റർ 19 verse 5, 6, 7. Revelation chapter 19, 5, 6, 7. Can anyone read, please? Then a voice came from the throne saying, Praise our God, all you his servants and those who fear him, both small and great. And I heard as it were a voice of a great multitude, as the sound of many waters, as the sound of mighty thunderings, saying, Hallelujah, for the Lord God omnipotent reigns. Let us be glad and rejoice and give him glory, for the marriage of the Lamb has come, and his wife has made herself ready. And to her it was granted to be arrayed in fine linen, clean and bright, for fine linen is the righteous acts of the saints. എന്നിട്ട് വേഴ്സ് 9 കൂടെ 9 also. Then he said to me, Right, blessed are those who are called to the marriage supper of the Lamb. And he said to me, These are the true sayings of God. നോക്കിയേ, മലയാളത്തിലൂടെ ഒന്ന് വായിക്കാമോ? ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? വായിച്ചാട്ട്. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്. ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. സന്തോഷിച്ചുല്ലസിച്ചവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. കുഞ്ഞാടിന്റെ കല്യാണം വന്നിരിക്കുന്നു. കുഞ്ഞാടിന്റെ കല്യാണം വന്നിരിക്കുന്നു. എന്നിട്ട് ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. അവൾക്ക് എന്തോ ലഭിച്ചിരിക്കുന്ന ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. കല്യാണ വസ്ത്രം ധരിക്കാൻ കൃപ ലഭിച്ചിരിക്കുക. എൻ്റെ പൊന്ന പ്രിയപ്പെട്ടവരെ, അനേകർക്ക് ആശയുണ്ട്. അനേകർ ഓടുക, എവിടെ ചെല്ലണം, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവരോടുക, അവൾക്ക് കൃപ ലഭിച്ചിരിക്കുക. എന്നിട്ട് കീപ്പോട്ട് വായിച്ചാട്ട്. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. വിശേഷ വസ്ത്രം എന്തുവെന്നാ പറഞ്ഞേ? വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. എന്നിട്ട് കീപ്പോട്ട് ഒന്നുകൂടെ 9 കൂടെ ഒന്ന് വായിച്ചേ. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാരെന്ന് എഴുതുക എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ സത്യവചനം എന്നും എന്നോട് പറഞ്ഞു. ഇത് എന്തുവന്ന സത്യവചനം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോടൊത്ത് ധ്യാനിക്കുമ്പോൾ ഈ ഒരു കാര്യം ഞാൻ എൻ്റെ മനസ്സിൽ ഏറ്റവും അധികമായിട്ട് നമുക്ക് ഒരു വലിയ പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തി ഇതാ, കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് നമ്മൾ ഓരോരുത്തരും ആ കർത്താവിൻ്റെ വധുവായിട്ടല്ലേ മണവാട്ടിയായിട്ട് ദൈവം തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പും വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുവാൻ ദൈവം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കിയേ, ആ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കിയേ, പിന്നെന്തുവാ നമ്മൾ ധ്യാനിച്ച് അത് ഞാനൊന്ന് വായിക്കാം. 7 Let us be glad and rejoice and give him glory, for the marriage of the Lamb has come. Marriage of the Lamb has come, and his wife has made herself ready. Nobody else can help you in this matter.
വേറെ ഒരു വ്യക്തിക്കും അവനവന്റെ രക്ഷയ്ക്ക് വേണ്ടി വേറൊരു വ്യക്തിക്ക് പ്രവർത്തിക്കുവാൻ ഒക്കത്തില്ല. സപ്പോസ് നമ്മുടെ ഭവനമാണെന്നിരിക്കട്ടെ, നമ്മുടെ ഭവനത്തില് ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ഓരോരുത്തരും ഓർക്കണം, ഞാൻ എൻ്റെ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കുകയാണ്, ഞാൻ എൻ്റെ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മറ്റൊരാളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഞാൻ എങ്ങനെയാ എൻ്റെ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കേണ്ടത്? എങ്ങനെയാ പ്രവർത്തിക്കേണ്ടതെന്ന് പറയാമോ? എങ്ങനെയാ പ്രവർത്തിക്കേണ്ടത്? അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 2:12 പറയുക, വർക്ക് ഔട്ട് യുവർ ഓൺ സാൽവേഷൻ വിത്ത് ഫിയർ ആൻഡ് ട്രംബ്ലിംഗ്, നോട്ട് എനിബഡി എൽസ്. നമ്മൾ ഇവിടം വിട്ടു പോകണ്ട. ഇപ്പോഴ് വെളിപ്പാട് പുസ്തകം റെവലേഷൻ ചാപ്റ്റർ 19 വേഴ്സ് 6, 5 to 7 and 8 വരെ നമ്മൾ നോക്കുന്നു. അപ്പൊ ഇത് നോക്കിയേ, let us be glad and rejoice and give him glory, for the marriage of the Lamb has come and his wife has made herself ready. മലയാളത്തിൽ വരൻ ലഭിച്ചിരിക്കുന്ന വൈഫ് ഇവിടെ എഴുതിയിരിക്കുന്നു, and his wife has made herself ready. Nobody else can do that. Nobody else can do that. It is that. Who is this wife? നമ്മൾ ഓരോരുത്തരുമാണെന്ന് വേണം. അത് കർത്താവിന്റെ പരിശുദ്ധ സഭ, കർത്താവിന്റെ ചർച്ച്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അപ്പം നമുക്ക് ഈ കൃപ ലഭിച്ചിരിക്കുന്നു. എന്തു ഇനി ആ കല്യാണ വസ്ത്രം നമ്മൾ കണ്ടു, വഴിവക്കത്തിരുന്നവനെ വിളിച്ചു, എല്ലാവരെയും വിളിച്ചു വിടുത്തി ആ കല്യാണ ഹാളിലോട്ട് കയറ്റി. അവിടെ വന്ന് യജമാനൻ നോക്കുന്നു, ഒരുവൻ എന്തോ ഇല്ലെന്നാണ് നമ്മൾ കണ്ടത്. ഒരുവൻ എന്തോ ഇല്ലെന്നാ പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടത്. അവൻ അവിടെ നോക്കി, കല്യാണ വസ്ത്രമില്ല, വഴിവക്കത്തിരുന്നവനാ. എല്ലാം കൊടുക്കുന്നത് നമ്മുടെ ദൈവമാണ് നമുക്ക് തരുന്നത്, നമ്മുടെ കർത്താവ് നമുക്ക് തരുക, വേറെ ആരുമല്ല. എല്ലാം നമ്മുടെ കർത്താവ് നമുക്ക് തരുന്നത്, വേറെ ആരുമല്ല നമുക്ക് തരുന്നത്, കർത്താവ് നമുക്ക് തരുക. അപ്പൊ പിന്നെന്തോ വേണം? നമ്മൾ എന്ത് ചെയ്യണം? ആ കല്യാണ വസ്ത്രം തയ്യാറാക്കണം. ഈ കല്യാണ വസ്ത്രം മറ്റാർക്കും തയ്യാറാക്കാൻ ഒക്കത്തില്ല. ആ ബ്രൈഡിന് മാത്രമേ, ആ കർത്താവിന്റെ ബ്രൈഡിന് മാത്രമേ, വധുവിന് മാത്രമേ ചെയ്യാൻ ഒക്കൂ, വേറൊരാൾക്കും ഒക്കത്തില്ല. അതിന് വേണ്ടുന്ന എല്ലാ സാമഗ്രികളും ദൈവം തരും, എല്ലാ കാര്യങ്ങളും. വി ഡോണ്ട് നീഡ് ടു ഡു എനിത്തിങ് വിത്ത് അവർ ഓൺ. നമ്മുടെ എഫർട്ട് കൊണ്ട് നമ്മളൊന്നും ചെയ്യണ്ട. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവ് തരുന്ന സാഹചര്യങ്ങൾ അനുസരിച്ച് വിശുദ്ധിയോടും താഴ്മയോടും വിനയത്തോടും കൂടെ നമ്മൾ കർത്താവിൻ്റെ വേല ചെയ്യേണ്ടിയിരിക്കുന്നു. കർത്താവിനായിട്ട് കാത്തിരിക്കുന്ന ഞാൻ കർത്താവിൻ്റെ മണവാട്ടിയാണ്. ഞാൻ മറ്റുള്ളവരെ നോക്കി ജീവിക്കാനല്ല, മറ്റാരെന്ത് ചെയ്യുന്നു, മറ്റവരെന്തോ പറയുന്നു, മറ്റവരെ ക്രിട്ടിസൈസ് ചെയ്ത്, മറ്റവരെ കണ്ടം ചെയ്ത് എനിക്ക് ജീവിക്കണ്ട. എനിക്ക് ഈ അവസ്ഥ ദൈവം തന്നിരിക്കുന്നത് എൻ്റെ രക്ഷയ്ക്കായിട്ട് വർക്കൗട്ട് ചെയ്യാനാണ്. ആരാണ് എഴുതിയേക്കുന്നത്? ഇങ്ങോട്ട് നോക്കിയേ. Let us be glad and rejoice and give him glory, for the marriage of the Lamb has come and his wife has made herself ready, and to her it was granted to be arrayed in fine linen, clean and bright, for the fine linen is the righteous acts of the saints. പലപ്പോഴും നമ്മളോട് പലരും പറയും, നമ്മുടെ നീതിപ്രവൃത്തികളൊന്നും നമുക്ക് കർത്താവിന് എന്തുവാണ് പറയുന്നത്? കർത്താവ് എന്തോ പറയുന്നത്? കറപുരണ്ട വസ്ത്രം. യെശയ്യാവിന്റെ പുസ്തകം 64 6 വാക്യത്തിൽ പറയുന്നു, നിന്റെ നീതിപ്രവൃത്തികൾ കറപുരണ്ട വസ്ത്രമാണെന്ന് പറയുന്നു. അപ്പൊ ഇതെങ്ങനെ ഒക്കുന്നേ? ഒരു വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതല് ഓർത്തിരിക്കേണ്ട കാര്യം, ഞാൻ എൻ്റെ രക്ഷയ്ക്കായിട്ട് ഭയത്തോടും വിറയലോടും കൂടെ ചെയ്യണം. ഒന്നുകൂടെ നോക്കിയേ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ നോക്കിയാട്ടെ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 13-ാമത്തെ വാക്യത്തില് നമുക്കിത് കാണാം. 12 നമ്മൾ കണ്ടു മുമ്പേ.
ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. അക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന് നിഷ്കള മക്കളുമാകേണ്ടതിന് എല്ലാം പെറുവെറുപ്പും വാദവും കൂടാതെ ചെയ്യും. നോക്കിക്കോണേ, നമ്മൾ എന്തോ എഴുതിയിരിക്കുന്നത്, therefore my beloved, as you have always obeyed, verse 12 onwards I am reading, not as in my presence only, but now much more in my absence, work out your own salvation with fear and trembling. Work out your own salvation with fear and trembling. Then it is written, ആരാ ഇത് ചെയ്യുന്നത്? Is it that you have to add something? നമ്മൾ നമ്മുടേതായ വല്ലതും ഇടണോ ഇതിനകത്ത്? 13ാമത്തെ വാക്യം, for it is God who works in you both to will and to do for his good pleasure. ഇത് ദൈവമാ സഹോദരങ്ങളെ ചെയ്തത്, ഇത് ചെയ്യുന്നത്, ഇത് കർത്താവാ ചെയ്യുന്നത്. നമ്മൾ പിന്നെ എന്തുവാ? നമ്മളെ തന്നെ സമർപ്പിക്കുക ചെയ്യേണ്ടത്. നമ്മളെ തന്നെ സമർപ്പിക്കുക ചെയ്യേണ്ടത്. നമ്മളെ തന്നെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുക. എങ്ങനെയാണ്? ദൈവത്തിന്റെ വചനപ്രകാരം നമ്മളെ സമർപ്പിക്കുമ്പോൾ കർത്താവ് ആ പ്രവൃത്തി ചെയ്തെടുക്കും. എന്നിട്ട് പിന്നെ നമ്മൾ വായിച്ചല്ലോ, that you may be become blameless and harmless children of God without fault in the midst of the crooked and perverse generation. We need to understand, നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഇന്ന് ജീവിക്കുന്നത് ആരുടെ മധ്യത്തിലാണ്? ക്രൂക്കഡ് ആൻഡ് പെർവേഴ്സ് ജനറേഷന്റെ മധ്യത്തില്, ഇല്ലയോ? ഞാൻ വസിക്കുക, ഞാൻ താമസിക്കുക. among whom you shine as light in that world. അതെങ്ങനെ നോക്കുന്നേ? എങ്ങനെ നോക്കുന്നേ പ്രിയപ്പെട്ടവരെ? അതും 16ാമത്തെ വാക്യത്തിൽ കൊടുത്തിട്ടുണ്ട്. holding fast the word of life, so that I may rejoice in the day of Christ, that I have not run in vain or labored in vain. അപ്പൊ ഇത് എനിക്ക് എങ്ങനെ നോക്കുന്നേ? ഹോൾഡിങ് ഫാസ്റ്റ്. മലയാളത്തിൽ 16ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകും. അല്ല, അതിന് മുമ്പ് 15 മലയാളത്തില് ഹോൾഡിങ് ഫാസ്റ്റ് ദ വേർഡ് ഓഫ് ഗോഡ് എന്നോ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. നോക്കിയേ സഹോദരങ്ങളെ, നമ്മൾ എന്തുവാ തുടങ്ങിയത്? നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്തുവാ? ആ ജീവനുള്ള പ്രത്യാശയെക്കുറിച്ച് നമുക്ക് ദൈവം കാണിച്ചു, ജീവനുള്ള വിശ്വാസത്തെക്കുറിച്ച് ദൈവം കാണിച്ചു. ഇനിയും ഈ ജീവനുള്ള പ്രത്യാശയും ജീവനുള്ള വിശ്വാസവും നമുക്കുള്ളപ്പോഴേ ആ കർത്താവ് അറിയാം, ഞാൻ വഴിവെക്കലിരുന്നവനാ. ചിലപ്പോൾ നമുക്കൊക്കെ ഇങ്ങനെ ഒരു തോന്നൽ വരാം. എന്തുവാണെന്നറിയാമോ? ഞങ്ങൾ പ്രത്യേകിച്ചും നമ്മൾ തെക്കൻ തിരുവിതാംകൂറൊക്കെ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഉള്ളവർക്ക് തോന്നുന്ന പ്രത്യേകം സിറിയൻ ക്രിസ്ത്യൻസാണ് ഞങ്ങൾ, പ്രത്യേക ആൾക്കാരാണ്. പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞാൽ ഒരു 10-13 അച്ഛനും ഒരു 2-3 തിരുമേനിമാരും ഒക്കെ ഉള്ള ഒരു കുടുംബമാണ്. അപ്പം ഞങ്ങൾക്കൊരു തോന്നൽ ഇങ്ങനെയുണ്ട്. അതുകൊണ്ടാണ് വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ പോലും മടിയായിരുന്നു. അപ്പോഴേ അങ്ങനെ നമുക്കൊരു തോന്നലുണ്ട്, നമുക്കെല്ലാം അറിയാം, മറ്റുള്ളവർക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ നമുക്ക് എല്ലാത്തിനും കഴിവുണ്ട്, നമുക്ക് മറ്റുള്ളവരെ കാര്യം. പക്ഷെങ്കിൽ ദൈവാത്മാവ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്, ദൈവത്തിന് യാതൊരു പാർഷ്വാലിറ്റിയും ഇല്ല. ദൈവത്തിന് ആഗ്രഹം, എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഈ അവസരം ഞാനത് വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ എൻ്റെ രക്ഷയ്ക്കായിട്ട്, നീതി പ്രവർത്തികൾക്കായിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് സ്വന്തം നീതിയല്ലേ സഹോദരങ്ങളെ, വിശ്വസിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന നീതിയാ. ദൈവം കൊടുക്കുന്ന ഇത് ഗ്രാൻഡഡാ, ഇതെനിക്ക് ദൈവം തന്നതാ. അതുകൊണ്ട് എനിക്ക് എന്നോടൊപ്പം എല്ലാം ദൈവം തന്നിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ രക്ഷയുടെ സമയങ്ങളൊന്നും ഞാൻ വൃഥാവിലാക്കാൻ പാടില്ല. അതൊന്നും ഞാൻ വൃഥാവിലാക്കരുത്. എനിക്ക് തരുന്ന ഓരോ പ്രയാസങ്ങളും ദുഃഖങ്ങളും എൻ്റെ നന്മയ്ക്കാ, എൻ്റെ കഷ്ടങ്ങളും രോഗങ്ങളും എനിക്ക് നന്മയ്ക്കാ എന്ന്
നമ്മുടെ പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസന് വായിച്ചല്ലോ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 6 വരെ ഉള്ള വാക്യങ്ങൾ. നമ്മൾ എല്ലാത്തിനും നന്ദി പറയാണ്, എല്ലാത്തിനും സ്തോത്രം കരകയറ്റന്. എല്ലാം എങ്ങനെയാ ഒക്കുന്നത്? ഇതെല്ലാം എൻ്റെ നന്മയ്ക്കായിട്ടാണ്, എൻ്റെ തിന്മയ്ക്കായിട്ടൊന്നുമല്ല. ഞാൻ ഈ പ്രാവശ്യം ബോംബെയിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ഞാൻ ഒരാളോട് പ്രത്യേകം പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെയും ഓരോ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുന്നത് എൻ്റെ നന്മയ്ക്കാണ്, എൻ്റെ നന്മയ്ക്കാണ്. ഒരു കാര്യം പോലും എൻ്റെ തിന്മയ്ക്ക് ദൈവം അനുവദിക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നിന്റെ തലയിലെ ബാക്കി പറയാമോ? 10:30 പറയുക, മത്തായി 10:30 പറയുക, നിന്റെ തലയിലെ ഓരോ മുടി പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളും ദൈവം അറിയാതെ ഒന്നും നടന്നിട്ടില്ല, നടക്കത്തുമില്ല. അപ്പം നമ്മൾ ഇങ്ങനെ ആലോചിക്കണം, എനിക്ക് ദൈവം ഈ കൃപ തന്നിരിക്കുക, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ആ കൃപ, ദൈവത്തിൻ്റെ കരുണ ഉപയോഗിച്ച് ഞാൻ എൻ്റെ രക്ഷയ്ക്കായി പ്രവർത്തിക്കണം. അതിനെങ്ങനെ ഒക്കും? ആ ജൈവൻ്റെ വചനം മുറുകെ പിടിച്ചുകൊണ്ട് ആ ലോകത്തിലെ നക്ഷത്രങ്ങളെ പോലെ, ജ്യോതിസുകളെ പോലെ ഞാൻ ശോഭിക്കേണ്ടിയിരിക്കണം. ഇത് എൻ്റെ ബലത്തിൽ ഒക്കത്തില്ല, എൻ്റെ കഴിവിൽ ഒക്കത്തില്ല, എൻ്റെ ബുദ്ധിയിലോ എൻ്റെ സാമർത്ഥ്യത്തിലോ ഒക്കത്തില്ല. ബിക്കോസ് ഞാൻ എവിടുന്ന് എന്നെ ദൈവം തിരഞ്ഞെടുത്തു? എവിടുന്നാ ദൈവം തിരഞ്ഞെടുത്തേ? നമ്മളെ തിരഞ്ഞെടുത്ത നമ്മളെങ്ങനെ, നമ്മുടെ ക്വാളിഫിക്കേഷനൊക്കെ ഒന്ന് കാണാം. ഇങ്ങോട്ടൊന്ന് നോക്കിയാട്ടെ. 1 Corinthians chapter 1 Corinthians verse 20 onwards. Chapter 1 verse 20 onwards. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകജ്ഞാനത്താൽ ദൈവത്തെ അറിയായികൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. നമ്മൾ അവിടെ മുതൽ വായിക്കണ്ട സിസ്റ്ററെ. 26 പോലെ നമുക്കങ്ങ് വായിക്കാം, 26 മുതൽ വായിക്കാം. അത് മൊത്തം 18 മുതൽ വായിക്കണ്ട. ബട്ട് നൗ വി വിൽ റീഡ് ഫ്രം 26 ഓൺവേഴ്സ്. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോക അഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ പോഷത്വമായത് തിരഞ്ഞെടുത്തു. ഒന്ന് സ്ലോലി, എൻ്റെ കൂടെ സ്ലോലി പെയ്യനെ ഒന്ന് വരണേ. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം എന്തോനെ തിരഞ്ഞെടുത്തു? പോഷത്വം. ഈ പോഷന്മാരിൽ ആരാ? ഞാൻ അപ്പോസ്തലനായ പൗലോസ് പറയുക, അപ്പോൾ പാപികളിൽ പ്രധാനിയായ എന്നെ എന്നാ പറയുന്നത്. എനിക്കിതുവരെയെങ്കിലും ഇങ്ങനെ ഒരു തോന്നലുണ്ടോ? ഈ പോഷന്മാരിൽ ഏറ്റവും പോഷനായ ഒരുത്തനെ എന്നെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. കീബോർഡ് നോക്കിയാട്ടെ, പിന്നെ കീബോർഡ് വായിച്ചാട്ടെ. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. പിന്നെ ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ലോകത്തിൽ കുലഹീനവും നിർദിഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. നോക്കിയോണേ, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നോക്കിയോണേ. പിന്നെ ദൈവസന്ധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. ഇതെല്ലാം ചെയ്യുക എന്തിനാ ചെയ്തതെന്നറിയാമോ? എനിക്ക് എന്നെ കുറിച്ച് ഒരു വലിപ്പവും വെക്കണ്ട, ഞാൻ ഒരു വലിപ്പവും വെക്കണ്ട. എനിക്ക് എൻ്റെ ദൈവസന്നിധിയിൽ ഏറ്റവും താഴ്ന്ന നമ്മൾ തുടങ്ങിയത് എവിടുന്നാ? ആ വഴിവെക്കിൽ ഇരുന്നവനെ വിളിച്ചവരാരും വന്നില്ല. വഴിവെക്കില് ഒന്നുമില്ലാതെ അനാഥനായി വിഷമിച്ച് ദുഃഖിച്ച് ഒന്നുമില്ലാത്തവനായി ഇരുന്നിടത്ത് എന്നെ വിളിച്ച് എന്നെ കല്യാണത്തിന് എന്നെ അവൻ്റെ വധുവായിട്ട് വിളിച്ചിരിക്കുക. ഇന്ന് കർത്താവ് എന്നോട് ചോദിക്കുക, ഇന്ന് മകനെ നീ നിന്റെ കല്യാണ വസ്ത്രം നീ മെനയുന്നോ? മകളെ നീ നിന്റെ കല്യാണ വസ്ത്രം മെനയുന്നോ? നിനക്കതിന് വരം ലഭിച്ചിരിക്കുക. ഇതെന്തിനാ ദൈവം ചെയ്തതെന്നറിയാമോ? അല്ലെങ്കിൽ പിന്നെ ദൈവത്തിന്
വലിയ ബുദ്ധിമാന്മാരെ അങ്ങ് എടുത്താൽ പോരായിരുന്നോ? ശക്തിമാന്മാരെ ദൈവത്തിന് അങ്ങ് എടുത്താൽ പോരായിരുന്നോ? ദൈവം എന്തിനാ അതൊന്നും എടുക്കാഞ്ഞേ? ഒരു ജഡവും എത്രാമത്തെ വാക്യമായിരുന്നത്? ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടത്. ഒരു ജഡവും ദൈവസന്നിധി പ്രശംസിക്കാതിരിക്കേണ്ടതിന്. 29 that no flesh should glory in his presence but of him you are in Christ Jesus who became for us wisdom from God and righteousness and sanctification and redemption. നോക്കിയാ 30-ാമത്തെ വാക്യം ഒന്നും വായിച്ചാട്ടെ, എന്തൊക്കെയാന്ന്? നിങ്ങളോ അവനാ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ആരാ ഇതെല്ലാം ചെയ്യുന്നേ? ആരാ ഇതെല്ലാം ചെയ്യുന്നേ? ആരാ ഇതെല്ലാം ചെയ്യുന്നേ? കർത്താവ് തന്നെ ഇതെല്ലാം ചെയ്യുന്നത്. ഒരു ജഡവും തന്നെത്താൻ പൂഴണ്ട, ഒരു ജനവും ചിന്തിക്കണ്ട ഞാൻ സംതിങ്ങാ, ഞാൻ മരിച്ചതാ, ഞാൻ വ്യത്യസ്തനാ, ഞാൻ ഇതാണ്, ഞാൻ മറ്റേതാണ്. ഞാൻ വാട്ട് ഐ ആം ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് വാട്ട് ഐ ആം. എന്നെ തന്നെ അങ്ങോട്ട് താഴ്ത്താനല്ലാതെ എനിക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ല. എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് ഞാൻ എൻ്റെ ശ്രേഷ്ഠ സഹോദരന്മാർ, പിന്നെ എനിക്ക് ഒരു കാര്യം ചെയ്യാം. എന്തോ ചെയ്യാമെന്നറിയാമോ? എനിക്കെന്തോ ചെയ്യാമെന്നറിയാം. ഒരു കാര്യം ചെയ്യാം, മറ്റുള്ളവരെ എന്നേക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണുവാൻ കഴിയും. ഏറ്റവും ചെറിയ ഒരു വ്യക്തിയെ പോലും എസ്റ്റീം others better than me. ഇതാ എൻ്റെ കർത്താവ് എന്നെ പഠിപ്പിക്കുന്നത്. എൻ്റെ കർത്താവും ചെയ്തത് ഇത് തന്നെ. എൻ്റെ കർത്താവിൻ്റെ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ, ഒരു പണക്കാരൻ വന്ന് ചോദിച്ചു, നല്ലവനായ ഗുരു, ഹല്ലേലൂയ, നല്ലവനായ ഗുരു, ഞാൻ രക്ഷ പ്രാപിപ്പാൻ എന്തോ ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ, നീ എന്നെ നല്ലവനെന്ന് വിളിപ്പാൻ എന്താ കാര്യം? നമ്മുടെ യേശു നല്ലവനല്ലായിരുന്നോ? യേശുവെ പോലെ നല്ലവനാരെങ്കിലും ഉണ്ടായിരുന്നോ? യേശുവെ പോലെ നല്ലവനായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നോ? പക്ഷെങ്കിൽ ആ ക്രെഡിറ്റ് എടുക്കാൻ ഒരിക്കലും യേശു തയ്യാറായില്ല. ദൈവമല്ലാതെ മറ്റാരും നല്ലവനല്ല. അപ്പോൾ എനിക്ക് എത്രമാത്രം താഴാനൊക്കും? ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നമ്മളിപ്പോൾ അവിടെ പോകുന്നില്ല. അപ്പോൾ എങ്ങനെ ആ കർത്താവിൻ്റെ ആ വചനത്തിന് മുമ്പിൽ ഓർക്കണേ പ്രിയപ്പെട്ടവരെ, നമ്മൾ തുടങ്ങിയ സബ്ജക്റ്റ് എന്തുവാ? നമുക്ക് ദൈവം തന്ന ഇതെന്തുവാ? നമുക്ക് കല്യാണ വസ്ത്രം തയ്യാറാക്കുന്നത് എൻ്റെ ജോലി മറ്റാരെ ഏൽപ്പിക്കാൻ ഒക്കത്തില്ല. എനിക്ക് ദൈവം കൃപ തന്നിരിക്കുക. അപ്പച്ച. ഏത് നിമിഷവും അപ്പച്ചൻ വരും. ഏത് നിമിഷവും എൻ്റെ അപ്പച്ചൻ വരും. അതുകൊണ്ട് എനിക്ക് വരം ലഭിച്ചിരിക്കുന്നു. അത് സ്വർഗത്തിൽ സന്തോഷിക്കുന്ന ഞാനതുകൊണ്ട് എൻ്റെ രക്ഷയ്ക്കായിട്ട് നമുക്ക് പ്രവർത്തിക്കാം. ഞാൻ അധികം സമയം എടുക്കുന്നില്ല. ഒന്നുകൂടെ റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം, ഇത് വരം ലഭിച്ചിരിക്കുക എന്നൊന്ന് ഒന്നുകൂടെ നോക്കിയാട്ടെ. ഇനിയും എത്ര മിനിറ്റ് കൂടെ ഉണ്ട്? ഞാൻ ഒരു വാക്യം, 1-2 വാക്യം 17 മുതൽ വായിക്കാം നമുക്ക്. 17 മുതലുള്ള വാക്യങ്ങൾ നോക്കാമോ? എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. ആമേൻ. മുന്നോട്ട് നോക്കിയേ. ഞാൻ പണ്ട് ആരായിരുന്നു? പാപത്തിന്റെ ദാസനായിരുന്നു. ഇന്ന് എന്നെ എൻ്റെ കർത്താവ് അവിടുത്തെ തങ്കരക്തം കൊടുത്ത്
വിലയ്ക്ക് കൊടുത്ത് തങ്കരക്തം ചൊരിഞ്ഞ് എന്നെ വിലയ്ക്ക് വാങ്ങിച്ചേക്കുക. ഇന്ന് ഞാൻ നീതിക്ക് ദാസനായി തീർന്നിരിക്കുക. എനിക്ക് വരം ലഭിച്ചിരിക്കുക. അനേകർക്ക് ഇത് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ രക്ഷയുടെ പ്രവൃത്തി മറ്റുള്ളവരെ നോക്കി അതും നോക്കി ഇതും നോക്കി കമ്പയർ ചെയ്തും അങ്ങോട്ട് തുലനം ചെയ്തും ഇത് ചെയ്തും ജീവിക്കാനല്ല. എൻ്റെ രക്ഷയ്ക്കായിട്ട് എനിക്ക് എൻ്റെ രക്ഷയ്ക്കായിട്ട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ കീബോർഡ് വായിച്ചാട്ടെ. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മനുഷ്യ രീതിയിൽ പറയുന്നു. നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി ശുദ്ധിക്കും കർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ. ഇങ്ങോട്ട് നോക്കിയേ. അപ്പം നമ്മുടെ നാവ്, നമ്മുടെ കണ്ണ്, നമ്മുടെ കാത്, നമ്മുടെ ഓരോ അവയവങ്ങളും ഇന്ന് ഞാൻ എന്തിനായിട്ട് സമർപ്പിക്കണം? നീതിക്കായിട്ട് സമർപ്പിക്കണം. നീതിക്കായിട്ട് ഞാൻ സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. നീതിക്കായിട്ട് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്കിതിനെക്കുറിച്ച് നമുക്കറിയാം. 2 തരത്തിലുള്ള ആരാധനയുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുന്നില്ല. ദൈവം എപ്പോഴെങ്കിലും അനുവദിക്കുമ്പോൾ നമുക്ക് നോക്കാം. 2 തരത്തിലുള്ള ആരാധനയാണ് ഇന്ന് നടക്കുന്നത്. ആ 2 തരത്തിലുള്ള ആരാധന എങ്ങനെയാണെന്ന് നമുക്ക് ദൈവം അനുവദിക്കുമ്പോൾ നോക്കേണ്ടിയിരിക്കാം. അപ്പോൾ ഇത് നോക്കിയേ. ഐ സ്പീക്ക്. പിന്നെന്തോ 20ാമത്തെ വാക്യം. നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ. നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നു. പിന്നെ നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലം ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ. അതിന്റെ അവസാനം മരണമല്ലോ. ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ട ഇന്ന് അനേകരെ ചങ്കൂറ്റം കാണിക്കുന്നത്. ഞങ്ങൾ ഇങ്ങനാണ്, ഞങ്ങൾ മറ്റേതാണ്, ഞങ്ങൾ മറിച്ചതാണ്, ഞങ്ങൾ വിശ്വാസികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പാപം ചെയ്യുന്നതിനും തിന്മ പറയുന്നതിനും യാതൊരു മടിയുമില്ലാത്ത അവസ്ഥ. നമ്മളെ ഒന്നും രക്ഷിക്കാനൊക്കത്തില്ല. ഈ ദൈവത്തിൻ്റെ വചനം 17ാമത്തെ വാക്യത്തിൽ പറഞ്ഞതുപോലെ ആ ദൈവത്തിൻ്റെ വചനം മനഃപൂർവമായിട്ട് ഹൃദയപൂർവമായിട്ട് ഞാൻ അനുസരിക്കുന്ന പക്ഷം മാത്രം ഞാൻ ഏത് വ്യക്തിയോട് അസോസിയേറ്റ് ചെയ്തോ പ്രവർത്തിച്ചോ അതുകൊണ്ടോ എനിക്ക് രക്ഷയില്ല. ഞാൻ എൻ്റെ രക്ഷയ്ക്കായിട്ട് കണ്ണുനീരോടും അഭയാചനയും കഴിച്ച് വിറയലോട് പ്രാർത്ഥനയോട് വിശുദ്ധിയോടുകൂടി ജീവിച്ചില്ലെങ്കിൽ എനിക്കൊക്കത്തില്ല. എന്നിട്ട് 21, 22, 23 കൂടെ ഒന്ന് വായിച്ചു വെച്ച് നിർത്താം. നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലമുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ. അതിന്റെ അവസാനം മരണമല്ലോ. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കയാൽ ഒന്ന് നിർത്തിയേക്കണേ. ഇപ്പോൾ ഒന്നുകൂടെ നോക്കി. ഇപ്പോൾ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് എടുത്താട്ടെ. ഇപ്പോൾ ഞാൻ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് നീതിക്ക് ദാസനായിരിക്കയാൽ ഇനി വായിച്ചാട്ടെ. നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും. നോക്കിയേ, നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവൻ. എപ്പോഴാണ് നിത്യജീവൻ കിട്ടുന്നത്? എനിക്കിന്ന് വിശുദ്ധീകരണം എന്ന ആ ഫലം പരിശുദ്ധാത്മാവിനാൽ കർത്താവിൻ്റെ തങ്കരക്തത്താൽ എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഞാനാ എൻ്റെ രക്ഷ അവസാനത്തോളം പിടിച്ചു നിന്ന് അവസാനത്തോളം ആ രക്ഷയ്ക്കായി ഭയത്തോടും വിറയലോടും പ്രവർത്തിച്ച് ജീവിക്കുമ്പോൾ അതിൻ്റെ അന്തം എനിക്ക് എൻ്റെ കർത്താവായ യേശു തമ്പുരാൻ നിത്യജീവനെ തന്നിരിക്കുന്നു. ഞാൻ കെയർലെസ് ആയിട്ട് ജീവിക്കാനല്ല, ഞാൻ കെയർലെസ് ആയിട്ട് പ്രവർത്തിക്കുവാനല്ല. എൻ്റെ ഓരോ നിമിഷവും ദൈവം തന്നിരിക്കുന്നത് വിലയേറിയതാണെന്ന് ഓർത്തുകൊണ്ട് കണ്ണുനീരോട് വിതയ്ക്കുന്നവൻ ആർപ്പോടെ കഴിയും. ഓരോ വചനവും എൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് നടുക. എൻ്റെ ജീവിതത്തിലേക്ക് ആ വചനം ഒന്ന് നടുക. ഇത്
എങ്ങനെ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഒക്കും കർത്താവേ എന്നോർത്ത്, കർത്താവെ ഈ ജഡത്തിൽ ഒരു നന്മയുമില്ല, എന്നെ സഹായിക്കണമേ, എന്നെ സഹായിക്കണമേ, ഈ വചനം എനിക്ക് സഹായിക്കണമേ. അവിടുന്ന് വരുവാൻ ഏത് നിമിഷവും വരും കർത്താവേ. അതുകൊണ്ട് എൻ്റെ കല്യാണ വസ്ത്രം എനിക്ക് അതിന് കൃപ അവിടുന്ന് തന്നിരിക്കുന്നു കർത്താവേ. അതുകൊണ്ട് അത് നെയ്യാനുള്ള അത് ഉണ്ടാക്കുവാനുള്ള കൃപയും അവിടുന്ന് തന്നേ അത് അവിടുന്ന് പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവിനാൽ എനിക്ക് സാധിക്കും, സകലതും സാധിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയല്ലയോ നമ്മൾ സക്കറിയായുടെ പുസ്തകത്തിൽ 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ എന്തോ വായിക്കുന്നത്? എന്തോ 4-6 വായിക്കുന്നത്? സക്കറിയാവിന്റെ പുസ്തകം 4-6 എന്തോ നമ്മൾ വായിക്കുന്നത്? സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാൽ സകലതും സാധിക്കും. നോക്കിയേ, ഇതാരാ സാധിച്ചു തരുന്നത്? സൈന്യവുമല്ല, ശക്തിയുമല്ല, എൻ്റെ കഴിവുമല്ല, എൻ്റെ ബുദ്ധിയുമല്ല, എൻ്റെ മിടുക്കുമല്ല, ഒന്നുമല്ല. അവിടുന്ന് തന്നിരിക്കുന്ന ആത്മാവിനാൽ മാത്രമേ സാധിക്കത്തുള്ളൂ കർത്താവേ. ഇച്ഛിക്കുന്നവനാലുമല്ല. റോമർ 9:16 പറയുക, ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, സകലതും കരുണ തോന്നുന്ന കർത്താവിനാൽ അത്രേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ആ 23-ാമത്തെ 6-ന്റെ റോമർ 6-23 കൂടെ വായിച്ച് 22-23 കൂടെ വായിച്ചിട്ട് ഞാനിവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നിങ്ങളോടൊത്ത് ഈ ദൈവവചനം ധ്യാനിക്കുവാൻ ഞാൻ എത്ര കെയർഫുള്ളായിട്ട് ജീവിക്കണം. എനിക്ക് തരുന്ന ഓരോ നിമിഷങ്ങളും എൻ്റെ മക്കളോടായാലും കൊച്ചുമക്കളോടായാലും എനിക്ക് ദൈവം കൂട്ടായ്മയ്ക്ക് തരുന്ന സഹോദരങ്ങളോടായാലും ദൈവം എന്നെ എവിടെയൊക്കെ അയക്കുന്നോ അവിടെയൊക്കെയും ഞാൻ എത്ര ഭയത്തോടും വിറയലോടും കൂടി എൻ്റെ കർത്താവിൻ്റെ വേല, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യേണ്ടത് എത്ര ആവശ്യമാണ് എന്ന് എനിക്ക് എൻ്റെ കല്യാണ വസ്ത്രത്തിന് ആർക്കും സഹായിക്കാനൊക്കത്തില്ല. എൻ്റെ ഭാര്യയ്ക്കൊക്കത്തില്ല, എൻ്റെ ഭർത്താവിനൊക്കത്തില്ല, എൻ്റെ മക്കൾക്കൊക്കത്തില്ല. ഞാൻ തന്നെ. പിന്നെ ആരുണ്ട്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് സഹായം തരും. എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം എനിക്ക് ലഭിക്കും. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവിനാൽ സകലം സാധിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒന്ന് ആലോചിച്ച് നോക്കെ. 23-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. പാപത്തിന്റെ ശമ്പളം എന്തുവാ? മരണമാ. ഒരു വീണ്ടെടുക്കപ്പെട്ട പൈതല് ഇങ്ങനെ ചിന്തിക്കരുത്, ഞാൻ എൻ്റെ പാപം ചെയ്യുക, കർത്താവ് ക്ഷമിക്കുക, പാപം ചെയ്യുക, കർത്താവ് ക്ഷമിക്കുക, പാപം ചെയ്യുക, കർത്താവ് ക്ഷമിക്കുക എന്നല്ല ഇന്ന് പോലെ ചിന്തിക്കേണ്ടത്. എന്നെ വിളിച്ച് വേർതിരിച്ച ദൈവം എൻ്റെ സകല കൃത്യവും പാപവും ക്ഷമിച്ച് പുറത്ത് എന്നെ അനുഗ്രഹിച്ച് പിടിക്കും. ഇനി എനിക്ക് പാപത്തിന് അടിമയാകാതെ ജീവിക്കാൻ കൃപ നൽകണമേ കർത്താവേ എന്നുള്ള കരച്ചിലും പ്രാർത്ഥനയാ വേണ്ടേ. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രേഷ്ഠ ദൈവദാസന്മാരെ, എല്ലാം ഈ ദേശത്തിനായിട്ട്, ഈ രാജ്യത്തിനായിട്ട് ദൈവം നമ്മളെ വളരെ 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 ഉദ്ദേശത്തോടുകൂടി മലമേൽ വെച്ചിരിക്കുകയാണ്. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കുന്നില്ല. ആ മലമേലാണ് നമ്മളെ ഓരോരുത്തരെയും വെച്ചിരിക്കുന്നത്. വിളക്ക് കത്തിച്ച് തണ്ടിന്മേൽ അത്രേ വെക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ആ വിളക്ക് ഞാനാകുന്നു, നമ്മൾ ഓരോരുത്തരുമാകുന്നു. ഈ ദേശത്ത് എവിടെ ദൈവമാക്കുന്നു അവിടെ വിശ്വസ്തയോടുകൂടി നമുക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്ത് ആ കല്യാണ വസ്ത്രം തയ്യാറാക്കി നമ്മുടെ കാന്തനായിട്ട് കാത്തിരിക്കുവാൻ ഈ നിമിഷം മുതൽ, ഇപ്പോൾ മുതൽ നമുക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കാം, പ്രാർത്ഥിക്കാം. എനിക്ക് വേണ്ടിയും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. വചനം ഇത്രയും നേരം കേട്ട് ശ്രദ്ധിച്ചിരുന്നതിന് നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേക സൗഖ്യമൊക്കെ ഇല്ലാതിരിക്കുന്നവരെ ദൈവം തൻ്റെ ആണിപ്പഴുതേറ്റ കരങ്ങൾ തൊട്ട് സൗഖ്യമാക്കുന്നതിനായി ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നന്ദി. ദൈവമേ സ്തോത്രം. താങ്ക് യു.